നോക്കൂ, നമുക്ക് എല്ലാ കുട്ടികളെയും നമുക്ക് ഒരേപോലെയൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. മീൻസ് അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടികൾ ഭയങ്കര ഡൈനാമിക്കാണ്. അവർ ഭയങ്കര ഡൈനാമിക് ഇൻ നേച്ചറാണ്. അവർക്ക് അവരുടേതായ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ അവരുടെ പാരൻസ് എങ്ങനെയാണോ, അവരുടെ ഗ്രാൻഡ് പാരൻസ് എങ്ങനെയാണോ, അവരുടെ സിബ്ലിങ്സ് എങ്ങനെയാണോ, ഇത്തരം പല ഫാക്ടേഴ്സൊക്കെ അവരെ ക്യാരക്ടർ ഫോർമേഷന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടാവും. ജനറലി നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ പറയുന്ന ഒരു കാര്യം കുട്ടി മനസ്സിലാക്കുന്നത് അവരുടെ സെൻസ് ഓർഗൻസസ് വഴിയാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം. അപ്പോൾ അതിൽ സെൻസ് ഓർഗൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മിക്കവാറും എല്ലാവരും ഹിയറിങ്ങും അതേപോലെ തന്നെ കാഴ്ചയിലും വിഷനും ഹിയറിങ്ങുമാണ് കൂടുതലും എല്ലാവരും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന രണ്ട് സെൻസ് ഓർഗൻസസ്. അപ്പോൾ വിഷ്വൽ ബേസിക്കലി അതാണല്ലോ. ഇപ്പോൾ ബൈജൂസൊക്കെ പെട്ടെന്നൊരു സക്സസ് ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതുവരെ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്ക് റീഡിങ്ങിനെ അവർ നേരെ പിടിച്ചിട്ട് അതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തു. വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തപ്പോഴത്തേക്കും അതിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ തുടങ്ങി. ഇതായിരുന്നു ബൈജൂസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ സക്സസ് സ്റ്റോറി ഉണ്ടായിരുന്നത്. അല്ലാതെ ടീച്ചേഴ്സ് പറയുന്നതിനേക്കാളും കൂടുതൽ അവരെന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ കുട്ടികൾക്ക് മനസ്സിലാവാൻ തുടങ്ങി. ഒരു 45 ഡിഗ്രിയിൽ ബോൾ ഇങ്ങനെ, അതായത് ക്രിക്കറ്റ് ബാറ്റിൻ്റെ ഒരു സിസ്റ്റത്തിലൊക്കെ ആയിരുന്നു അവർ ജാവലിൻ ത്രോ ഒക്കെ ചെയ്യുന്നതൊക്കെ. ആ ഒരു 45 ഡിഗ്രിയിൽ പോകണം. ഫിസിക്സ് ഒക്കെ കൂടുതലും അങ്ങനെയൊക്കെ ആയിരുന്നു അവർ അതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പെർസീവ് ചെയ്യുന്നത് ഏത് സെൻസ് ഓർഗൻ വഴിയാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് നമുക്ക് ആവശ്യമുണ്ട്. എല്ലാ കുട്ടികളെയും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 200 to 250 കുട്ടികളെ ഒരു ബാച്ച് സൈസിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. കാര്യം പല ക്ലാസ്സസിൽ ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്ലാസ്സസിലായിട്ട് ഒരു 10-250 കുട്ടികളെ നിങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പ്രാക്ടിക്കലി നിങ്ങൾക്ക് 250 കുട്ടികളോ 300 കുട്ടികളുടെ ഒന്നും എന്താ പറയുക, അവരുടെ കാര്യങ്ങളൊന്നും രജിസ്റ്റർ ചെയ്ത് വെക്കാൻ നമുക്ക് പെട്ടെന്ന് നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷേ ആർക്കാണ് അറ്റൻഷൻ വേണ്ടത് എന്ന് നമ്മൾക്ക് തോന്നുന്ന കുട്ടികളെ പിക്ക് ചെയ്തിട്ട് അവൻ ഏത് രീതിയിലൂടെയാണത് പെർസീവ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ എപ്പോഴും എല്ലാ പാരൻസിനോടും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ കുട്ടികളെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം എന്നെപ്പോഴും പറയാറുണ്ട്. ഇതിനകത്ത് നമ്മൾ അവരെ കണക്ട് ചെയ്യുന്ന സമയത്ത് കെട്ടിപ്പിടിക്കുക, ഒരു ഉമ്മ കൊടുക്കുക. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടച്ച് എന്ന് പറയുന്ന ഒരു സെൻസ് ഓർഗൻ അവർക്കുണ്ട്. പക്ഷെ ഇത് പലപ്പോഴും എക്സ്പ്രസ്ഡ് അല്ല. നിങ്ങളൊരു ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ടീനേജേഴ്സ് സ്വന്തം ദേഹത്ത് തൊടാൻ പാരൻസിന്, ടീനേജേഴ്സായി വലുതായി ഒരു കൗമാരവും യൗവനത്തിലേക്ക് എത്തുമ്പോൾ ഇവർ പാരൻസുമായിട്ട് ബോഡി ടച്ച് ചെയ്യാൻ ഇവർ കുറച്ചൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ആ മൊമെൻറ്റിൽ ഇവർക്കത് ചെയ്യുമ്പോൾ ഇവർ തന്നെ കുട്ടിയായി പോകുന്നു എന്നുള്ളൊരു തോന്നൽ ഇവർക്ക് വരുന്നുണ്ട്. ഒരു ഇൻറ്റേർണലി ഇവർക്കൊരു കോൺഫ്ലിക്റ്റ് അവർക്ക് വരും. ഞാനൊരു കുട്ടിയായി പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ചെറുതായി പോകുന്നു, അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ കൺട്രോളിലേക്ക് ഞാൻ പോകുന്നു എന്നുള്ളൊരു ഒരു ഗ്രിപ്പിംഗ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. പാരൻസ് ഒരു എന്താ പറയുക കെട്ടിപ്പിടിച്ചാലൊന്നും ആ സമയത്ത് യൗവനത്തിനും അവർ കുറച്ചൊന്ന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, കൗമാരത്തിലും ഉണ്ടാവും. കുറച്ചൊന്ന് മധ്യ ഇതിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും നമ്മൾ വീണ്ടും പാരൻസിൻ്റെ ദേഹത്ത് തൊടുകയും അല്ലെങ്കിൽ അവരുമായിട്ട് ഫിസിക്കലി ടച്ച് എന്ന് പറയുന്ന ഒരു സെൻസുമായിട്ട് നമ്മൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാരൻസും, നമ്മൾ കൂടുതൽ പാരൻസിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ ഇനിഷ്യേറ്റ് ചെയ്യണം. കുട്ടികൾക്ക് ഡെയിലി ഒരു കെട്ടിപ്പിടിക്കാനോ ഒരു ഉമ്മ കൊടുക്കാനോ ഒക്കെ ഒരു സ്പേസ് അവർക്ക് ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം അപ്പോൾ കുട്ടികൾ വഴി തെറ്റില്ല. തെറ്റിയാലും അവർക്ക് തിരിച്ചു വരാനുള്ള വഴി അവർക്കറിയാം. പലപ്പോഴും എന്താ സംഭവിച്ചാൽ വഴി തെറ്റാം. കാര്യം ഇന്നത്തെ എന്താ പറയുക, ഇന്നത്തെ കുട്ടികൾ തീരെ മോശം കുട്ടികളൊന്നുമില്ല. അവർ നമ്മളെക്കാൾ കൂടുതൽ എന്താ പറയുക ലോകത്തെ എക്സ്പോസ് ചെയ്തിട്ട് അവർ കാണുന്ന ആൾക്കാരാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴി ഒന്ന് പാളാനും തെറ്റാനും ഉള്ളൊരു അവസരം അവർക്ക് മിക്കവാറും ഉണ്ട്. ആ ഉണ്ടാവുമ്പോൾ അവർക്ക് തിരിച്ച് എങ്ങോട്ടാണ് വരേണ്ടതെന്ന് അവരറിയണം. അപ്പോൾ അത് ഏത് രീതിയിലാണ് നമ്മൾ ആ കുട്ടീനെ നോക്കണം. അപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്താൽ ചിലപ്പോൾ ആ കുട്ടി അവന് അല്ലെങ്കിൽ അവൾക്ക് ഒരു കോൺഫിഡൻസ് വരും.
ദിസ് പേഴ്സൺ ഈസ് വിത്ത് മീ, അല്ലെങ്കിൽ ഈ ആൾ അച്ഛനും അമ്മയും എൻ്റെ ഒരു ഏതൊരു പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരാളാണ് എന്നൊരു കോൺഫിഡൻസ് അവർക്കുണ്ടാവും. അപ്പം ഈ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ഗെയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആസ് എ ടീച്ചർ നമുക്ക് ഗെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾക്ക് കുട്ടികളെ അടുത്തുനിന്ന് പിടിച്ചു എന്ന് തലോടി എന്താ പറയുക, ചിലപ്പോൾ ഒരു ഫിസിക്കൽ ടച്ചിൻ്റെ ആവശ്യം ചിലപ്പോൾ നമുക്ക് ആസ് എ ടീച്ചർ വന്നേക്കാം സ്പെഷ്യൽ കേസസിൽ. പിന്നെ വിഷ്വലി നമ്മൾ അവർക്ക് ഓരോ സാധനങ്ങൾ കൊടുക്കുന്നത് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. വിഷ്വൽ ഇതെങ്ങനെയായിരിക്കാം, ഇതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്. ഇപ്പോൾ എല്ലാവരും മൊബൈൽ കാണുന്നുണ്ട്. അപ്പോൾ മൊബൈൽ കാണുകയാണെങ്കിൽ കുട്ടികൾ മൊബൈൽ കാണുന്നത് അഡിക്ഷൻ ആണെന്നൊക്കെ പറയും. അപ്പം ഇവരിൽ മൊബൈലിൽ കാണുന്നത് ഇവരുടെ അൽഗോരിതം എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുള്ളൂ. മൊബൈൽ കാണിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റിലൊന്നും ഞാനിപ്പോൾ ആ ഒരു ചിന്ത എനിക്കില്ല. കാരണം കുട്ടികൾ എന്തായാലും മൊബൈൽ കാണും, അവർ മൊബൈൽ സാവീസ് ആണ്, അവർ ആ ഒരു രീതിയിലായിരിക്കും അവരുടെ ഇനിയൊരു ജനറേഷൻ മുഴുവൻ ഉണ്ടാവുക. അപ്പോൾ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കാതെ മുന്നോട്ടുള്ള ലൈഫ് എങ്ങോട്ട് പോകുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. പക്ഷേ അവരുടെ അൽഗോരിതം ബ്രേക്ക് ചെയ്യണം. അതായത് ഈ കണ്ണി കണ്ട എന്താ പറയുക കാർട്ടൂൺസും ഓരോരോ സാധനങ്ങൾ കാണുന്നതിന് പകരം നമ്മൾക്ക് ഫീഡ് ചെയ്യേണ്ട അൽഗോരിതം ഇവരുടെ ഉള്ളിലേക്ക് നമുക്ക് സാധനം കൊടുക്കാൻ നമ്മളൊക്കെ കൊണ്ട് പറ്റണം. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഫീഡിങ് പോയിന്റിൽ നമ്മളായിട്ടുള്ള കുറച്ച് എന്താ പറയുക വീഡിയോസാണ്, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് കാണാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ അവരുടെ ഒരു മൊത്തത്തിലൊരു ക്യാരക്ടർ ബിൽഡിങ്ങിന് ചിലപ്പോൾ സഹായിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.